നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപും ഇറാനും തമ്മിലുണ്ടാക്കിയ സമാധാന കരാർ. ലെബനനിലടക്കം സമാധാനം വേണമെന്നാണ് ഇറാൻ ശഠിക്കുന്നത്. ഇസ്രായേൽ അടിയന്തരമായി ലെബനനിൽ നിന്ന് പിൻവാങ്ങണം. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാവരുത്. എന്നാൽ വലിയൊരു പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ലെബനനിലും സിറിയയിലും ഗാസയിലും തങ്ങളുടെ സേന തുടരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇസ്രായേലിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം താൻ നിറവേറ്റും. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 3 മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം സംഘർഷത്തിന് അയവ് വരണമെങ്കിൽ ഒരു സമാധാന കരാർ മാത്രമേ പോംവഴിയുള്ളൂ എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഒടുവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഉരുത്തിരിഞ്ഞ സമാധാന ഫോർമുല. ഈ വെള്ളിയാഴ്ച സമാധാന കരാർ ഒപ്പിടാനിരിക്കെ ഇസ്രയേൽ കടുത്ത പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തി. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സമാധാന കരാറിൻ്റെ കരട് രൂപരേഖ തയ്യാറാക്കിയത്. അന്ന് പുലർച്ചെ ലെബനനിലെ ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി. അമേരിക്കൻ ജനത വെറുതെ ഒരു യുദ്ധത്തിൽ നിന്ന് ഏതെങ്കിലും വഴി കരകയറണമെന്ന് ട്രംപ് ശഠിച്ചു. അതിനെ തുടർന്നാണ് ഒരു സമാധാന കരാറിൽ ഒപ്പിടാൻ ട്രംപ് നിർബന്ധിതനായത്. കരാറിൽ ഇറാന് നിരവധി ഇളവുകൾ അമേരിക്ക നൽകി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതും ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. ഇറാനിൽ ഭരണമാറ്റമുണ്ടാകുമെന്നും ഇറാന്റെ പെട്രോളിയം പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാം എന്നും മോഹിച്ചു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധം തുടങ്ങിയത്. എന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. യുഎസിലും യൂറോപ്പിലും അടക്കം ഇന്ധനവില കുത്തനെ കൂടി. നവംബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന യുഎസിൽ വിലക്കയറ്റം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ട്രംപ് ഭയന്നു. മറുവശത്ത് ട്രംപിനെ കുഴയ്ക്കുന്നത് മറ്റു ചില പ്രശ്നങ്ങൾ. യുദ്ധത്തിനു വേണ്ടി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെതിരെ രൂക്ഷമാകുന്നു. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച നടത്തുമെന്നാണ് ഇപ്പോഴത്തെ സമാധാന കരാറിൽ പറയുന്നത്. ഇതിനെതിരെ ഇസ്രായേൽ പരസ്യ വിമർശനമുയർത്തുന്നു. ഇറാന് അനാവശ്യ ഇളവുകളാണ് ഈ കരാറിലൂടെ ട്രംപ് നൽകുന്നത് എന്ന വിമർശനം അമേരിക്കയിലും ശക്തമാണ്. കരാറിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇസ്രായേൽ രംഗപ്രവേശം ചെയ്തത് ട്രംപിനെ വീണ്ടും കുരുക്കിലാക്കി. ലെബനനിൽ ആക്രമണം തുടർന്നാൽ കരാർ പൊളിയുമെന്ന മുന്നറിയിപ്പ് ഇറാൻ തുടർച്ചയായി ട്രംപിന് നൽകുന്നു. മറുവശത്ത് ലെബനനിൽ ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഞായറാഴ്ച പുലർച്ചെ നെതന്യാഹു നടത്തിയ ആക്രമണത്തെ തുടർന്ന് അതിരൂക്ഷമായാണ് ട്രംപ് നെതന്യാഹുവിനോട് പ്രതികരിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണം തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആക്രമണത്തിന് തുടക്കമിട്ടത്. എന്നാൽ ആണവായുധ നിർമ്മാണ കാര്യത്തിൽ ഒരു തടയിടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെന്തിനാണ് ഇത്തരമൊരു സമാധാന കരാർ എന്ന ചോദ്യം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഡ്രോൺ ശേഖരവും തകർക്കും എന്നായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചത്. ഇപ്പോഴും ശത്രു രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് ഇറാൻ തെളിയിച്ചു കൊടുത്തു. ലെബനൻ, ഇറാഖ്, സിറിയ, യമൻ എന്നിവിടങ്ങളിലുള്ള സായുധ വിഭാഗങ്ങൾ ഇസ്രായേലിനെന്നും ഭീഷണി തന്നെയാണ്. അവർക്ക് ഇറാൻ നൽകുന്ന സൈനിക പിന്തുണ പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ലക്ഷ്യവും യുദ്ധത്തിന് പിന്നിലുണ്ട്. എന്നാൽ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പോരാട്ട വീര്യം ഇതുവരെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ പാതി വഴിയിൽ വെച്ച് യുദ്ധം അവസാനിപ്പിക്കും? ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുമെന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാന്റെ നിയന്ത്രണം ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറ്റാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സഖ്യകക്ഷിയായ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അവസാന നിമിഷം അമേരിക്ക പരാജയപ്പെടുന്നു. അമേരിക്കയ്ക്കൊപ്പമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ ആക്രമണത്തിൽ വലഞ്ഞു. ചുരുക്കത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ പരീക്ഷണം. ട്രംപ് ഈ യുദ്ധത്തിൽ ഒടുവിൽ കീഴ്പ്പെട്ടോ എന്ന ചോദ്യം മാധ്യമങ്ങൾ വിമർശനങ്ങളായി ഉയർത്തുന്നു. എന്നാൽ തങ്ങളുടെ സൈനിക നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ ജനതയുടെ സംരക്ഷണമാണ് തൻ്റെ ലക്ഷ്യം. തങ്ങൾ നടത്തിയ ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ ഉറച്ച ഇറാനെ നിരായുധരാക്കി എന്ന അവകാശവാദം ഇപ്പോൾ നെതന്യാഹു ഉയർത്തുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച അമേരിക്കയ്ക്ക് മുന്നിൽ മറുവശത്ത് കട്ടയ്ക്ക് നിൽക്കുന്ന നെതന്യാഹു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ആദ്യമായി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചാ പ്രക്രിയയിൽ ഇസ്രായേൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് നെതന്യാഹു തുറന്നു പറഞ്ഞു. ഞായറാഴ്ച രാത്രി അതിൻ്റെ ഡിജിറ്റൽ ഫോർമാറ്റിൽ ഒപ്പുവെച്ചതിന് ശേഷം വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കേണ്ട കരാറിൻ്റെ ഒരു രേഖയും തങ്ങളുടെ പക്കലില്ല.
അതിൻ്റെ വിശദാംശങ്ങൾ ഇസ്രയേലിനോട് വെളിപ്പെടുത്തിയിട്ടില്ല. തങ്ങൾക്ക് ഈ കരാറിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല എന്ന് നെതന്യാഹു മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു. ഇറാനെതിരെയുള്ള പോരാട്ടം നിർത്താനും ഹിസ്ബുള്ളയെ നേരിടുമ്പോൾ വാഷിംഗ്ടന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നിർബന്ധിച്ചു. എന്നാൽ ആണവ ഇറാൻ ഇസ്രയേലിനെ ഉന്മൂലനം ചെയ്യുന്നത് തടയാൻ തനിക്ക് കഴിഞ്ഞു എന്നാണ് നെതന്യാഹു പറയുന്നത്. ഒരു കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാന് ആണവായുധങ്ങൾ ഉണ്ടാവില്ല, ഇന്നുമില്ല നാളെയും ഉണ്ടാകില്ല. ഞാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം അത് സംഭവിക്കില്ല, സംഭവിക്കാൻ അനുവദിക്കില്ല. തൻ്റെ ജീവിത ദൗത്യം ഇതാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തീർത്തു പറഞ്ഞു. ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണ ഓപ്പറേഷൻ ഞങ്ങൾ ആരംഭിച്ചുവെന്നാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഈ യുദ്ധത്തിലും അതിനു മുൻപും ഇറാൻ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചു. ഭീകര ഭരണകൂടത്തിൻ്റെ നേതാക്കളെ ഞങ്ങൾ ഇല്ലാതാക്കി. ആണവ സൗകര്യങ്ങൾ തകർത്തു. മിസൈലുകൾ നിർമ്മിക്കുന്ന ബഹുഭൂരിപക്ഷം ഫാക്ടറികളും ഞങ്ങൾ തകർത്തു. ഇറാന്റെ എണ്ണമറ്റ സൈനിക വ്യവസായങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഞങ്ങൾ ആക്രമിച്ചു. അവരുടെ നാവികസേനയെയും വ്യോമസേനയെയും ഞങ്ങൾ നശിപ്പിച്ചു. ഇറാനിയൻ ജനതയെ കൂട്ടക്കൊല ചെയ്ത ബേസ് കമാൻഡർമാരെ ഞങ്ങൾ ഇല്ലാതാക്കി. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി നൽകി. ചിലർ $100 ബില്യൺ കണക്കുകൂട്ടുന്നു, ചിലർ $1 ട്രില്യൺ പോലും കണക്കുകൂട്ടുന്നു. ഇറാൻ ആണവ പദ്ധതിയെ അഴുക്കുചാലിലേക്ക് ഞങ്ങൾ തള്ളിയിട്ടു എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഇതൊരു ചരിത്ര വിജയമാണ്. 12 മാസത്തിനുള്ളിൽ ഇസ്രയേൽ വീണ്ടും വരും വർഷങ്ങളിൽ ഇസ്രയേലിൻ്റെ ജനസംഖ്യ ഇല്ലാതാക്കും എന്ന അപകടം നിറഞ്ഞ മുന്നറിയിപ്പിനെ ശക്തമായി നേരിടുകയായിരുന്നു. ഇറാൻ ഭരണകൂടം ഉയർത്തുന്ന ഭീഷണി പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. തന്റെ പ്രഖ്യാപിത ലക്ഷ്യം വ്യക്തമാണ്. ഈ യുദ്ധം ഒരിക്കലും തെറ്റായി പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ലക്ഷ്യങ്ങൾ നിർവചിച്ചു. നമ്മുടെ തലയിൽ നിന്ന് അസ്തിത്വപരമായ ഒരു അപകടമാണ് നീക്കം ചെയ്യാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയത്. അതാദ്യം ആണവ അപകടം, പിന്നീട് ബാലിസ്റ്റിക് മിസൈൽ അപകടം. ഇറാനിയൻ ജനത ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭീകര ഭരണകൂടത്തെ തങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ അവിടെ സൃഷ്ടിച്ചു. ഇറാൻ ഇപ്പോൾ വളരെ ദുഷ്കരമായ സാമ്പത്തിക സാഹചര്യത്തിലാണ്. അവിടെ സാധ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഞങ്ങൾ തകർത്തു. നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഭരണകൂടത്തിനുള്ളിൽ പോലും വിള്ളലുകളുണ്ട്. ഈ ഭരണകൂടം എപ്പോൾ വീഴുമെന്ന് എനിക്ക് പറയുക വയ്യ. സോവിയറ്റ് ഭരണകൂടം എപ്പോൾ വീഴുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ലല്ലോ. പ്രചരണത്തിന്റെ തുടക്കത്തിൽ US-ഉം ഇസ്രയേലും യുദ്ധലക്ഷ്യങ്ങളിൽ ചില അവ്യക്തത പുലർത്തിയിരുന്നു. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ ശേഷികളിൽ നിന്നും അതിൻ്റെ പ്രോസി ശൃംഖലയിൽ നിന്നുള്ള ഭീഷണികളിൽ നിന്നും ഇസ്രയേൽ അതിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അടുത്തു. അമേരിക്കൻ ജനത അവരുടെ പ്രസിഡന്റ് ട്രംപ് ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹം ചെയ്യുന്നുവെന്നാണ് കരുതുന്നത്. എന്നാൽ ഇസ്രയേലിലെ ജനങ്ങൾ നേരെ വിപരീതമായി ചിന്തിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നാണ് എൻ്റെ രാജ്യത്തെ ജനങ്ങൾ കരുതുന്നത്. പരസ്പരം അറിയുന്ന പങ്കാളികളുടെ ബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. പലപ്പോഴും ഞങ്ങൾ യോജിക്കുന്നു, ചിലപ്പോൾ യോജിക്കുന്നില്ല. മികച്ച കുടുംബങ്ങളിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് നെതന്യാഹു പറയുന്നു. അമേരിക്ക പറയുന്നത് പലപ്പോഴും ഇസ്രായേൽ കണക്കിലെടുക്കാറുണ്ട്. നമ്മുടെ പൊതുശത്രുവിനെതിരെ പോരാടാൻ US സൈന്യത്തെ കൊണ്ടുവന്നത് നമ്മുടെ വിജയമാണ്. അതൊരു വലിയ കാര്യം. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെയോ ഭൗമരാഷ്ട്രീയ പരിഗണനകളെയോ നമ്മൾ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തതുപോലെ ഈ പരിഗണനകൾ കൊണ്ട് നമ്മൾ പൂർണ്ണമായി ബന്ധിതരാണ് എന്ന് കരുതരുത്. അമേരിക്കയും നമ്മളും തുടക്കമിടുകയാണ്, പ്രവർത്തിക്കുകയാണ്, അത്ഭുതപ്പെടുത്തുകയാണ്, വിജയിക്കുക തന്നെ ചെയ്യും. ലെബനനിൽ നിന്ന് നമ്മൾ പിന്മാറണമെന്ന് ഇറാൻ ആഗ്രഹിച്ചു. പക്ഷേ നമ്മൾ പിന്മാറില്ല. കരാറിനെ കുറിച്ച് നെതന്യാഹു പറയുന്നത് ഇങ്ങനെ: ഈ കരാർ അമേരിക്ക ഉണ്ടാക്കിയത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് കരാർ തയ്യാറാക്കിയത്. തുറക്കുന്നതും ആണവ പദ്ധതി റദ്ദാക്കുന്നതും ഒരുമിച്ച് കൊണ്ടുവരാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ തീരുമാനത്തിൽ എനിക്ക് പങ്കില്ല. അതേ ശക്തമായ ഭാഷയിൽ നെതന്യാഹു പറഞ്ഞു വെക്കുന്നു, ഞങ്ങൾ ലെബനനിൽ നിന്ന് പിൻവാങ്ങില്ല. സിറിയയിലും മറ്റ് മേഖലകളിലുമൊക്കെ ഇസ്രയേലിനെതിരെ നിലനിൽക്കുന്ന ഭീഷണികളെ ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും. ഇറാൻ ആണവശക്തിയാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അമേരിക്ക പിൻവാങ്ങിയാലും ഇസ്രയേൽ തങ്ങളുടെ ദൗത്യം തുടരുമെന്ന് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുന്നു. ഇറാന്റെ ആണവമോഹങ്ങളെ ചവിട്ടിമെതിക്കുക തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കരാറുമായി മുന്നോട്ട് പോകുന്നു. സമാധാന കരാർ മുന്നിൽ നിൽക്കുമ്പോൾ അമേരിക്കയിലെ ജനങ്ങളും ഇസ്രായേൽ ജനതയും ചോദിക്കുന്നത് ഒരേ ചോദ്യം:
ഇറാന്റെ പക്കലുള്ള 440 ഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ത് ചെയ്യും? സമാധാന കരാറിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരം ഒട്ടനവധി പ്രശ്നങ്ങൾ ഇവയ്ക്ക് പിന്നിലുണ്ട്. വെള്ളിയാഴ്ച ഒപ്പുവെക്കാനിരിക്കുന്ന US-ഇറാൻ സമാധാന ഉടമ്പടി അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പിന് പിന്നിലുണ്ട്. ലെബനനിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേൽ വിസമ്മതിച്ചതോടെ ഇറാൻ കരാറിൽ നിന്ന് പിന്മാറുമോ എന്ന ആശങ്കയും ശക്തമാകുന്നു. ലെബനന്റെയും സിറിയയുടെയും പരമാധികാരത്തെ മാനിക്കണമെന്നും വിദേശ സൈന്യങ്ങൾ അടിയന്തരമായി പിന്മാറണമെന്നുമാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക മുൻകൈയെടുത്ത് തയ്യാറാക്കിയ കരാറിലെ പ്രധാന വ്യവസ്ഥ അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറാകാത്തത് വൈറ്റ് ഹൗസിനെ ചൊടിപ്പിക്കുന്നു. ട്രംപ് കോപാകുലനാണ്. ട്രംപിന്റെ സമാധാന ദൗത്യവുമായി ഇസ്രയേലിലെത്തിയ നയതന്ത്രജ്ഞരെ പോലും നിരാശപ്പെടുത്തുന്ന നിലപാടാണ് നെതന്യാഹു തുടർച്ചയായി കൈക്കൊള്ളുന്നത്. നെതന്യാഹുവിൻ്റെ കടുംപിടുത്തത്തിന് മുന്നിൽ തരിച്ചു നിൽക്കുന്ന US പ്രസിഡന്റ്. എന്നാൽ നെതന്യാഹുവിനെ സംബന്ധിച്ച്, ഇസ്രയേലിനെ സംബന്ധിച്ച് ഇത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ലോകത്തെ ഈ കുഞ്ഞൻ രാജ്യം മറ്റ് ശത്രു രാജ്യങ്ങളെ ഇതുപോലെ കട്ടയ്ക്ക് വെല്ലുവിളിക്കുമ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂ. പ്രത്യേകിച്ച് ഇസ്രയേൽ ഇപ്പോൾ പോരാടുന്നു എങ്കിൽ അതിനു പിന്നിൽ അമേരിക്കൻ ശക്തിയാണ് എന്ന് കരുതിയവർക്ക് മുന്നിൽ നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന ഇസ്രയേൽ. ഇക്കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ പച്ചത്തെറി വിളിച്ചുകൊണ്ടായിരുന്നു ട്രംപ് നെതന്യാഹുവിനോട് പ്രതികരിച്ചത്. കടുത്ത അസഭ്യവർഷം നടത്തി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതി. എന്നാൽ ട്രംപും താനും ഒരേ കണ്ണിലൂടെയല്ല കാര്യങ്ങൾ കാണുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു വെച്ചു നെതന്യാഹു. ദക്ഷിണ ലെബനനിൽ ഒരു ബഫർ സോൺ തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഇസ്രയേൽ സുരക്ഷയ്ക്ക് ഭീഷണി ഉള്ളിടത്തോളം കാലം അവിടെ തങ്ങളുടെ സേന തുടരുമെന്നും നെതന്യാഹു ആവർത്തിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നിട്ടു എന്ന ട്രംപിന്റെ പ്രഖ്യാപനം തുടർന്ന് കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോൾ കടന്നു പോകാൻ തുടങ്ങി. കപ്പലുകളിൽ നിന്ന് ഇറാൻ വൻതുക ടോൾ ഫീയായി പിരിക്കുമോ എന്ന ആശങ്ക പരക്കെ ലോകത്തിനുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുക, ഉപരോധം നീക്കുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുക, ഇവയാണ് ഈ കരാറിലെ ഹൈലൈറ്റുകൾ. 60 ദിവസ കാലയളവിൽ അന്തിമ കരാറിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമെന്ന് അമേരിക്ക പറയുന്നു. ഒപ്പം ഇറാനും. കൃത്യമായ വിശദാംശങ്ങൾ ഈ കരാറിലില്ല എന്ന പരാതിയാണ് ഇസ്രയേലിനുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, തൻ്റെ ഇടത്തോടെ നിൽക്കുന്ന ഇസ്രയേലിന് മുന്നിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും മുട്ടിടിച്ചു നിൽക്കുന്നു. മറുവശത്ത് ഇറാന് മുന്നിൽ ട്രംപ് കീഴടങ്ങി എന്ന പ്രചരണവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.